വേദനകളിൽ സങ്കടങ്ങളിൽ ഞങ്ങളോടുകൂടി ഉണ്ടാകണമേ. കൃപാസനം മാതാവേ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അമ്മയുടെ പുത്രനോട് പറഞ്ഞ് ഞങ്ങൾക്ക് നടത്തി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപാസനം മാതാവേ, ലോകമെങ്ങുമുള്ള എല്ലാ മനുഷ്യരെയും ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. ഈ ലോകം ദുരന്തങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിലേക്ക് നീങ്ങാതിരിക്കാൻ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. അമ്മയെ, അമ്മ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് ലൂർദിലും ഫാത്തിമയിലും മജഗോരിയിലും വേളാങ്കണ്ണിയിലും അതുപോലെ ഞങ്ങളുടെ കലമൂരും ഈ കൃപാസനത്തിലും അങ്ങ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അങ്ങയുടെ തിരുക്കുമാരന്റെ തിരുഹിതങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുവല്ലോ. അമ്മ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം അവൻ പറയുന്നത് പോലെ ചെയ്യുമെന്നാണല്ലോ. അമ്മേ, അങ്ങയുടെ പുത്രൻ, ദൈവമായ അങ്ങയുടെ പുത്രൻ ഞങ്ങളോട് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ആമേൻ. നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ കൃപാസനത്തിന്റെ നമ്മളെയൊക്കെ ഇവിടേക്ക് ആകർഷിക്കുന്ന പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ, മലയാളി കുഴമ്പള്ളിയുടെ വികാരി ഫാദർ സ്റ്റീഫൻ, അച്ഛൻ്റെ സഹായികളായ ഫാദർ അലക്സ്, ഫാദർ അപ്പു, എൻ്റെ കൂടെ വന്നിരിക്കുന്ന കോഴിക്കോട് നിന്ന് വന്നിരിക്കുന്ന ഫാദർ പേഴ്സി, ഫാദർ സജീവ്, ഫാദർ റെനി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റു വൈദികരെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും കൃപാസനം മാതാവിന്റെ അനുഗ്രഹം തേടി ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സങ്കടങ്ങളിലും വേദനകളിലും സന്തോഷങ്ങളിലും ആനന്ദങ്ങളിലും എല്ലാം അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കൃപാസനം ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണ്. കൃപാസനം ദൈവത്തിന്റെ തിരുഹിതം മനുഷ്യരെ അറിയിക്കുന്നതിന് വേണ്ടി, പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണ്. ആ കൃപാസനത്തിൽ തന്റെ വചനങ്ങൾ പ്രഘോഷിക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ VP ജോസഫ് അച്ഛനാണ്. അദ്ദേഹത്തിന് എല്ലാവിധ സ്നേഹാശംസകളും ഞാൻ നേരുകയാണ്. അദ്ദേഹത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും പ്രത്യേകമായി നന്ദി പറയുന്നു.
പ്രിയപ്പെട്ട ഒരു മാതാവ് പ്രത്യക്ഷപ്പെട്ടതും അതുപോലെ തന്നെ മാതാവ് നൽകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പ്രത്യേകമായിട്ട് അച്ഛൻ തന്നെ പറയുകയുണ്ടായി. ദുരിതങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന് നമ്മളെ മാറ്റുവാനായിട്ട് അമ്മയോട് പ്രാർത്ഥിക്കാൻ നമുക്ക് ഒരവസരം ദൈവം നൽകിയിരിക്കുകയാണ്. ഈ അവസരം നമ്മൾ നന്നായി ഉപയോഗിക്കണം. പ്രിയപ്പെട്ട ഒരു മാതാവ് പ്രത്യക്ഷപ്പെട്ട പല സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഫാത്തിമ, ലൂർദ്, മെജഗോറി, കൂടാതെ അതുപോലെ മറ്റു സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുപോലത്തെ തന്നെ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് നമ്മുടെ കൃപാസനം. ഇവിടെ അമ്മ സന്നിഹിതയാണെന്ന്, അമ്മ നമ്മളെ ദൈവത്തിലേക്ക് തിരിച്ചെടുക്കുന്നുവെന്ന് ബോധ്യമാകുന്ന സ്ഥലമാണ്. ഈ സ്ഥലവും ലൂർദിനെ പോലെ, ഫാത്തിമയെ പോലെ, മെജഗോരിയെ പോലെ പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഇത് കടന്നു പോകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. അനേകം ലക്ഷം ആളുകളാണ് ഈ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്. എത്രയോ ആളുകൾ വന്നിട്ടാണ് സമാധാനത്തോടുകൂടി ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. എത്രയോ ആളുകളാണ് രോഗം മാറി ഇവിടെ തിരിച്ചു പോകുന്നത്. എത്രയോ ആളുകളാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് നിങ്ങൾ എല്ലാം മാറുമെന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം തേടി പോകുന്നത്. എത്രയോ ആളുകളാണ് മദ്യപാനം അതുപോലെ ദുശ്ശീലങ്ങളൊക്കെ മാറ്റി നല്ല ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എത്രയോ ആളുകളാണ് സുവിശേഷത്തിന്റെ സാക്ഷികളായിരുന്നത്. എത്രയോ ആളുകളാണ് കുമ്പസാര കൂടിനെ പ്രാപിച്ചുകൊണ്ട് അറിവിന്റെ കുമ്പസാര കൂട്ടിൽ പോയി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോടും മനുഷ്യരോടും അനുരഞ്ജിതരാകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും, ഈ കൃപാസനം, ഈ കലവൂരിലുള്ള ഈ കൃപാസനം ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണ്. ദൈവത്തിന്റെ സാന്നിധ്യം ഏറ്റവും അധികമുള്ള സ്ഥലമാണ്. ചില സ്ഥലം ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുക്കാറുണ്ട്. തന്റെ കൃപാവരങ്ങൾ, തന്റെ വെളിപ്പെടുത്തലുകൾ, തന്റെ വരങ്ങൾ എല്ലാം നൽകുന്നതിന് വേണ്ടി. അതുകൊണ്ടാണ് ഇവിടെ രോഗശാന്തി ഉണ്ടാകുന്നത്, മനസമാധാനം ഉണ്ടാകുന്നത്, അതുപോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ സംഭവിക്കുന്നു. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത ഈ സ്ഥലത്ത് വന്നിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രിയപ്പെട്ടവരെ, ഈ കൃപാസനത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. സാധാരണ പല ധ്യാന മാതാവിനെ കാണുന്നതോടൊപ്പം തന്നെ അവർ കാണുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ദൈവം ധാരാളം വരങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രാർത്ഥിക്കുവാനായി, അത്ഭുതങ്ങൾ ചെയ്യുവാനായി, മനസമാധാനം നൽകുവാനായി, പാപങ്ങൾ പലരുടെയും മോചിക്കുന്നതിന് വേണ്ടി അങ്ങനെ വിവിധ തരത്തിലുള്ള കൃപാവരങ്ങൾ നൽകിയിട്ടുള്ള വ്യക്തിത്വമാണ് നമ്മുടെ ജോസഫച്ചൻ. ആ ജോസഫച്ചന്റെ പ്രവർത്തനത്താൽ ദൈവം ഇവിടെ പ്രവർത്തന നിരതനാണെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടേക്ക് വന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പരിപാടി തീർത്ഥാടകരായി നിങ്ങളോട് ഒരു കാര്യം ഞാൻ പ്രത്യേകമായിട്ട് പറയുകയാണ്. നിങ്ങൾ വളരെ ദുഃഖത്തോടുകൂടി, വേദനയോടുകൂടി, വിഷമത്തോടുകൂടി, സങ്കടത്തോടുകൂടിയൊക്കെ വന്നിരിക്കുന്ന സമയമായിരിക്കും. പലപ്പോഴും നമ്മൾ ചോദിക്കും, എന്റെ രോഗത്തിൽ ദൈവം എവിടെയാണ്? എന്റെ സങ്കടങ്ങളിൽ ദൈവം എവിടെയാണ്? എന്റെ കഷ്ടപ്പാടുകൾ ദൈവം എവിടെയാണ്? പരിശുദ്ധ അമ്മ എവിടെയാണ്? നമുക്കറിയാം, ഡാനിയേലിന്റെ പുസ്തകത്തിൽ നടക്കുന്ന ഒരു സംഭവം. ഡാനിയേൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരോടൊപ്പം, 2 കൂട്ടുകാരോടൊപ്പം എറിയപ്പെടുകയാണ് തീക്കുണ്ടത്തിലേക്ക്. ആ രാത്രി മുഴുവൻ തീക്കുണ്ടത്തിലായിരുന്നു.
നേരം വെളുത്ത് രാജാവ് വന്നു കഴിയുമ്പോൾ അവിടെ രാജാവ് കാണുന്നത് 4 പേരെയാണ്. രാജാവ് ചോദിക്കുകയാണ്, നമ്മൾ 3 പേരെയല്ലേ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞത്? അവിടെ 4 അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങനെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈ വാഹനത്തിന്റെ പുറകിൽ നിൽക്കുന്നവര് ഒന്ന് മാറിക്കൊടുക്കുക. പൈലറ്റ് വാഹനം മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ പുറകിൽ നിൽക്കുന്നവര് ഒന്ന് മാറി. ബഹുമാനപ്പെട്ട വോളണ്ടിയേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക.
മറ്റന്മാര് പുറകിലാണ്. ഈ വാഗ്ദാനം നടത്തിവിടുക ഉപാസന